നമസ്കാരം. SFI പ്രവർത്തകർ കേരളത്തിലാകമാനം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമം, പ്രതിഷേധം എന്ന പേരിൽ നടത്തിയ അക്രമം നമ്മളെല്ലാവരും കണ്ടതാണ്. പോലീസിനെ ആക്രമിക്കുന്നു, പോലീസിനെ അവഹേളിക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. അതവരുടെ ഈ ഒരു SFIക്കാരുടെ രീതി ആയതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കോട്ടയത്തും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്താനായിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അവിടെ കുട്ടികളാരും വന്നില്ല. അവരൊക്കെ സ്റ്റഡി ലീവിനായി വീട്ടിലേക്ക് പോയി എന്നുള്ളൊരു ന്യായമാണ് SFIയുടെ ഭാരവാഹികൾ ഉയർത്തുന്നതെങ്കിലും ആർക്കും ഈ പരിപാടിയിൽ താല്പര്യമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും അന്നവിടെ ഇന്നലെ കോട്ടയത്ത് കൂടിയ ആൾക്കാരൊക്കെ പറഞ്ഞത് 10 കൊല്ലം ഇവന്മാർ അടങ്ങിയിരിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ കാണാം എന്നും ഇവന്മാരെ കൊണ്ടുള്ള ശല്യമായിരിക്കും എന്നാണ് ഇന്നലെ കോട്ടയത്ത് കൂടിയ ആൾക്കാരൊക്കെ പറഞ്ഞത്. തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഈ SFI പ്രവർത്തകർ കാണിച്ചിട്ടുള്ള ഈ അക്രമങ്ങൾ, പോലീസിന്റെ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറിപ്പോലും ഇവർ പ്രതിഷേധം എന്ന പേരിൽ തെമ്മാടിത്തരങ്ങൾ നടത്തി. കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. നോർത്ത് നോക്കൂ, ഇവിടെ കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. എന്നിട്ടും KSU പ്രവർത്തകർ അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കി അവർ അക്രമം അഴിച്ചുവിടുകയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഡബിൾ എ റഹീമാണ് റോഡിൽ SFI പ്രവർത്തകർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയത്. യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത് പോലീസിനോടും ആഭ്യന്തരമന്ത്രിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടുമൊക്കെ ഇവിടെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ കിരാത ഭരണത്തിൻ്റെ ഇടയിൽ ജീവിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കിനി ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കണം. അതിന് ആര് തടസ്സം വരുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മതമോ പ്രശ്നമല്ല. ഞങ്ങൾക്കിവിടെ സ്വൈര്യ ജീവിതം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു കയറി ചെന്ന് സമാധാനമായും ധൈര്യമായിട്ടും കാര്യങ്ങൾ പറയുന്ന പറ്റുന്ന ഒരവസ്ഥ സംജാതമാകണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ തയ്യാറാണ്. അതുകൊണ്ട് എനിക്ക് സംസ്ഥാന പോലീസ് മേധാവിയോടും ഉദ്യോഗസ്ഥരോടുമൊക്കെ പറയാനുള്ളത്, ഇവരൊക്കെ സമരം എന്ന പേരിൽ ഇത്തരം അക്രമം അഴിച്ചുവിടുമ്പോൾ അടിച്ച് മുട്ടിൻ്റെ താഴേക്ക് അടിച്ചങ്ങ് പൊട്ടിക്കുക. ഈ റഹീമിൻ്റെയൊക്കെ ചന്തിയിൽ 4 എണ്ണം പ്ലാച്ചന കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നുള്ളൊരു വിഷയമേ ഉള്ളൂ. 4 ദിവസം കുത്തിയിരിക്കരുത്. ആ കണക്കിന് ആക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു അതായത് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എത്രയോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, എത്രയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരാരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ റഹീമൊക്കെ എന്താണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പിണറായി വിജയൻ്റെ തന്നെ ധാർഷ്ട്യം കണ്ടില്ലേ? ഇത്രയും ധാർഷ്ട്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എൻ്റെ നേതാവ് കാണിച്ചല്ലോ എന്നുള്ളതാണ്, അതുകൊണ്ട് എനിക്കും കാണിക്കാം. അതാണ് അവരുടെ റോൾ മോഡൽ. നമുക്കറിയാം, സിനിമയിലെ നായകന്മാരൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളും അവരുടെ ഹെയർ സ്റ്റൈലും ഒക്കെ അനുകരിക്കുന്നവരുണ്ട്. അത് അവരോടുള്ള ആരാധന മൂത്താണ്. പക്ഷേ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറേ എണ്ണത്തിന് അവരുടെ ആരാധന പുരുഷന്മാർ ഈ പറയുന്ന ഡബിൾ എ റഹീമും പിണറായി വിജയനും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഗോവിന്ദനെ ഒന്നും അനുകരിക്കില്ല. അതൊരിക്കലും തലയ്ക്ക് വെളിവില്ലാത്തവർ പോലും ഗോവിന്ദനെ അനുകരിക്കില്ല. കാരണം അത്തരം വിഡ്ഢിത്തരങ്ങളാണ് ഗോവിന്ദൻ വാ തുറന്നാൽ പുറത്ത് പറയുന്നത്. അത് ഞാൻ പറയുന്നതല്ല, ഇന്നലെ പാർട്ടി കമ്മിറ്റികളിൽ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ഗോവിന്ദൻ വാ തുറന്നു കഴിഞ്ഞാൽ വിഡ്ഢിത്തം മാത്രമേ പറയൂ എന്നുള്ള കാര്യം. ഇതൊക്കെ ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞതാണ്. എന്തായാലും ഈ SFIക്കാർ കണ്ടുപിടിക്കുന്നത് ഡബിൾ എ റഹീമിനെയും പിണറായി വിജയനെയും പോലെയുള്ള ആൾക്കാരെയാണ്. അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. ഞങ്ങൾക്ക് എന്തുമാകാമെന്നുള്ളതാണ്. അവരൊക്കെ സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞു. പിണറായി വിജയനും A റഹീമും ഒക്കെ അവർക്ക് സാമ്പത്തികമായും അവർക്ക് പല പദവികൾ കൊണ്ടും അവരൊക്കെ സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ SFIക്കാരുടെ കാര്യം അതല്ല. റോഡിൽ കിടന്ന ആളുകളുടെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. നിങ്ങൾ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചോളൂ. ആർക്കും യാതൊരു തടസ്സമോ പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ ഈ പ്രതിഷേധം എന്ന പേരിൽ കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങളെ ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു സ്വൈര്യ ജീവിതം വേണം. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തോട് നിങ്ങളൊക്കെ പ്രതികരിച്ചത്. നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടി, നിങ്ങൾ പറയുന്ന ഭാഗം വിജയിക്കാൻ വേണ്ടി. സർവകലാശാല VC മോഹൻ കുന്നുമലിന് നേരെ നിങ്ങൾ കാണിച്ചത്. അങ്ങനെ എത്രയോ പേർക്കെതിരെ നിങ്ങളൊക്കെ ഇത് കാണിച്ചു. എനിക്ക് പറയാനുള്ളത്, SFIയിൽ പ്രവർത്തിക്കാൻ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ അനുവദിക്കരുത്. നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനമില്ലെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിലും ഒക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ദോഷമല്ലാതെ യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഇവരൊക്കെ ഈ കുട്ടികളെ തങ്ങളുടെ വലയിലേക്ക് ചിലന്തി വല നെയ്ത് ആ വലയിലേക്ക് പ്രാണികളെ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കുന്നത്? എല്ലാ ജംഗ്ഷനുകളിലും ഒരു ക്ലബ്ബ് ഉണ്ടാക്കും. പാർട്ടിക്കായിരിക്കും അതിൻ്റെ നിയന്ത്രണം. അവിടെ ക്യാരം ബോർഡും ചെസ് ബോർഡും അതുപോലെ ഏണിയും പാമ്പും ഒക്കെ കോമിക് ബുക്കുകളും ഒക്കെ വാങ്ങിച്ചു വയ്ക്കും. ഈ സാധാരണ ഈ 10-15 വയസ്സുള്ള കുട്ടികളൊക്കെ അവരൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ ഒന്ന് സ്വതന്ത്രമായി പുറത്തിറങ്ങാൻ
പറ്റുന്ന ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴായിരിക്കും ഇതേപോലെ ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ക്ലബ്ബുകളിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ പരിചയമുള്ള ചേട്ടന്മാരാണ്, ആദ്യം സംസാരിക്കും, പിന്നീട് കോമിക് ബുക്കുകൾ വായിക്കും, ചെസ്സും ഏണിയും പാമ്പും ഒക്കെ കളിക്കും. പിന്നീട് പതിയെ പതിയെ ഇവരുടെ തലയിലേക്ക് കമ്മ്യൂണിസം കുത്തിവെച്ച് കൊടുക്കും. ഒരിക്കലും പിന്നീട് ആ കുട്ടികൾക്ക് ഒരു മോചനം കിട്ടില്ല. അപ്പോൾ ഒരു 17-18 വയസ്സായ കൗമാരക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ആൾക്കാരോട് ഇടപഴകാനും ഒക്കെയുള്ള ഒരു ത്വര ഉണ്ടാകുന്ന ഒരു പ്രായം കൂടിയാണത്. അപ്പോൾ അതാണ് ഇവർ നന്നായിട്ട് മുതലാക്കുന്നത്. അതിനുശേഷം പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും പ്രകടനങ്ങളിൽ പങ്കെടുപ്പിക്കുക, സമരങ്ങളിൽ പങ്കെടുപ്പിക്കുക. പിന്നീടാണ് കളി തുടങ്ങുന്നത്. ഏതെങ്കിലും കേസിൽ അവരെ കുരുക്കിയിടും. ആ കേസിൽ കുരുക്കിയിട്ടാൽ പിന്നെ ഒരിക്കലും അവർക്ക് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അതാണ് ചിലന്തി വല നെയ്ത് ആ വലയിൽ ഒരു പ്രാണി വീണ് കഴിഞ്ഞാൽ ആ പ്രാണിക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ല. അത് ആ ചിലന്തി ഭക്ഷിക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവർക്ക് ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പാർട്ടിയുടെ അടിമകളായി. അവർക്കൊരു പാസ്പോർട്ട് കിട്ടില്ല, അവർക്ക് പഠിക്കാൻ കഴിയില്ല, അവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി കിട്ടില്ല. ആ കുട്ടികളുടെ ജീവിതം നശിക്കും. പിന്നെ വല്ല പമ്പ് ഹൗസിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും സഹകരണ ബാങ്കിലോ ഒക്കെ പ്യൂണിൻ്റെയോ സ്വിച്ചിടൽക്കാരൻ്റെയോ ഒക്കെ ജോലി കൊടുക്കും. ആ ജോലി സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഈ പാർട്ടിയോട് ഒട്ടി നിൽക്കും. പരിചയമില്ലാത്തവനെ പോലും തെറി വിളിക്കും, തല്ലും കൊല്ലും, ഭീഷണിപ്പെടുത്തും. ഇതൊക്കെയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നേരാവണ്ണം ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെങ്കിൽ, അവർ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വലിയ പദവിയോ ഒന്നും വേണ്ട, സമാധാനമായി ഒരു കൂലിപ്പണിയെടുത്തായിരുന്നാലും നിങ്ങളുടെ മക്കൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ മക്കളെ വിടാതിരിക്കുക. ഈ SFIയുടെ ഒരു നേതാവുണ്ട്, സംസ്ഥാന നേതാവ്, എന്താവൻ്റെ ഒരു ഞരമ്പ് പോലത്തെ ഒരു പയ്യൻ, ശിവപ്രസാദ്. ഈ ശിവപ്രസാദൊക്കെ ഇന്നലെ എഴുന്നേറ്റ് നിന്നിട്ട് DYSP അധിക്ഷേപിക്കുന്നത് കണ്ടു. ഇവിടെ ഒരു പോലീസ് സംവിധാനം ആവശ്യമാണ്. അവരെയൊക്കെ അവഹേളിക്കാനോ അപഹസിക്കാനോ ഒന്നും പാടില്ല. കാരണം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചെന്ന് കയറേണ്ട ഒരു ഇടമാണ് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 10 കൊല്ലങ്ങളായി അത് നടന്നിരുന്നില്ല. ഞാനൊക്കെ ഒരു പരാതി കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൊടുത്തിട്ട് ഇതുവരെ ആ പരാതിക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ പരാതി കഴിഞ്ഞാൽ ആ പരാതിക്കെതിരെ നടപടി എടുക്കേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങളെയൊക്കെ കഴിഞ്ഞ ഭരണകാലത്ത് കൊന്നിട്ടിട്ട് പോയാൽ പോലും ഒരു പട്ടിയും ചോദിക്കില്ലായിരുന്നു. അവിടെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ഈ നിലയിലെത്തിയത്. UDF ഭരണം വന്നു. ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ ശിവപ്രസാദിനെ കുറിച്ചാണ്. ഈ ശിവപ്രസാദ് ഇന്നലെ ആ DYSPയൊക്കെ ആക്ഷേപിക്കുന്നത് കണ്ടു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് മീൻ വാങ്ങി കൊടുത്തിട്ട് ആ ഉളുമ്പുനാറ്റം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധിക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നല്ല ലാത്തി കയ്യിലുണ്ടല്ലോ, അതെടുത്തിട്ട് നല്ല 4 എണ്ണം പ്ലച്ചനെ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നുള്ളൊരു അസുഖം മാത്രമേ ഇവന്മാർക്കുള്ളൂ. എന്തായാലും ഇവർ ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല. അല്ലാതെ പഴയ ഊച്ചാളിത്തരവും കൊണ്ടുവന്നാൽ ഇനി പോലീസ് മാത്രമല്ല പൊതുജനങ്ങളും കയറി പഞ്ഞിക്കിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.